ആരോഗ്യ മേഖലയിൽ കേരളം ആർജിച്ച നേട്ടം ലോകത്തിന് തന്നെ മാതൃകയാണ്. എത്രയോ കാലമായി കേരള ഹെൽത്ത് മോഡൽ എന്നുള്ളത് വിഖ്യാതമാണ്. കോവിഡ് കാലത്തും നിപ്പ കാലത്തുമെല്ലാം അഭിമാനത്തോടെ നമ്മളെല്ലാം അത് പറഞ്ഞതാണ്. എന്നാൽ ആ നേട്ടങ്ങളിൽ കരുനിൽ വീഴ്ത്തുന്ന സംഭവമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും നാം കേട്ട വാർത്ത. 4 വയസ്സുകാരുടെ 6-ാം വിരൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കുന്നതിന് പകരം സർജറി നടത്തിയത് കുഞ്ഞിൻ്റെ നാവിന് അടിയിൽ പഞ്ഞി കണ്ടപ്പോഴാണ് മാതാപിതാക്കളും ചികിത്സാ പിഴവിൻ്റെ കാര്യം അറിഞ്ഞത്. ഇന്നലെയാണ് കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയെ ശസ്ത്രക്രിയക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇന്ന് രാവിലെ വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് ഗുരുതരമായ ചികിത്സാ പിഴവുണ്ടായി എന്ന് കുടുംബം തിരിച്ചറിയുന്നത്. നാവിനടിയിൽ പഞ്ഞു കണ്ടതോടെ കൈയുടെ കെട്ടഴിച്ചു നോക്കി. 6-ാം വിരൽ അതുപോലെ തന്നെയുണ്ട്. വിവരം ഡോക്ടറെ അറിയിച്ചതോടെയാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തി കൈവിരൽ നീക്കം ചെയ്തത്. ഡോക്ടർ മാപ്പ് പറഞ്ഞതോടെ പരാതിയിൽ നിന്നും കുടുംബം പിന്മാറിയിരുന്നു. എന്നാൽ ഭാവിയിൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്താൽ സൂപ്രണ്ടിനും പോലീസിനും പരാതി നൽകുകയായിരുന്നു. ഇത് കൈക്ക് ഒരു വിരൽ ഒരു 6 വിരലുണ്ട് കുട്ടീൻ്റെ കൈക്ക്. അപ്പോൾ 2-3 ദിവസം മുന്നേ ഇവിടെ കോളേജിൽ വന്ന് കാണിച്ചതാണ്. അപ്പോൾ സ്കാനിങ്ങും ഇതൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഓപ്പറേഷത്തിന് വരാൻ വേണ്ടി പറഞ്ഞതാണ്. ഓപ്പറേഷൻ രാവിലെ വന്ന് അപ്പോൾ കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാണ്, ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് പോയതാണ്. പിന്നെ നാവിൻ്റെ അവിടെ ചോര കണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഇതെന്താണ്. അപ്പോൾ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പം തന്നെ പോലെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. ഇനി ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ നാവിലായല്ലേ വയറിനോ കാണിച്ചാൽ വലിയ പ്രശ്നമല്ലേ. കുഞ്ഞിന്റെ നാക്കിലെ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് ആദ്യം ശ്രമിച്ചതെന്നും വിവരം മറച്ചുവെച്ചതിലുള്ള തെറ്റ് മനസ്സിലാക്കുന്നുവെന്നുമാണ് ഡോക്ടറുടെ വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. മെഡിക്കൽ കോളേജിൽ കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെക്കുക, കൈവിരൽ ശസ്ത്രക്രിയ ചെയ്യാനെത്തിയ 4 വയസ്സുകാരിയുടെ നാവ് സർജറി ചെയ്യുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുന്ന അനാസ്ഥയ്ക്ക് കൂച്ചുവിലം കിട്ടേ മതിയാകൂ. മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുക എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? കൈവിരൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് പകരം നാവിൽ ശസ്ത്രക്രിയ കേട്ടുകഴിവില്ലാത്ത കാര്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് മാത്രം ഈ കാര്യം തീരുമോ? 4 വയസ്സുകാരിക്ക് ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസണെയാണ് ഇന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത്. സസ്പെൻഷൻ കാലാവധി പെട്ടെന്നങ്ങ് പോകും. പക്ഷേ ചെയ്തു കൂട്ടിയ അപരാധത്തിന് മാപ്പുണ്ട്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുന്നു. സമീർ, ഏത് സാഹചര്യത്തിലാണ് ഈ ഡോക്ടർ ഇത്തരം ഒരു സർജറി ചെയ്തത്? ഇങ്ങനെയുള്ള എന്തെങ്കിലും ക്രൈം റെക്കോർഡ് ഈ ഡോക്ടറുടെ പേരിലുണ്ടോ? ഗുരുതരമായ വീഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഡോക്ടർ ബിജോൺ ജോൺസന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സീനിയർ ഡോക്ടറാണ്. അദ്ദേഹത്തിന് മുൻകാലത്ത് പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന വിവരം. എന്നിരുന്നാലും ഇന്നുണ്ടായ ആ ഒരു പശ്ചാത്തലം, ആ ഒരു വിഷയം മാത്രം മതി അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ആ ഒരു വീഴ്ച തുറന്നു കാണിക്കുന്ന സംഭവം. ഈ കുട്ടിയുടെ 4 വയസ്സുകാരിയായ കുട്ടിക്ക് 6 വിരലാണ് ഉള്ളത്. ആ വിരലിൽ, കയ്യിൻ്റെ ആ വിരലിനാണ് ശസ്ത്രക്രിയ നടത്തേണ്ടിയിരുന്നത്. അതിന് പകരമാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ ശേഷം നാവിന് ശസ്ത്രക്രിയ നടത്തിയത്. ബന്ധുക്കൾ ഇക്കാര്യം അറിഞ്ഞതാവട്ടെ രക്തം ഒഴുകുന്ന വായുമായ കുട്ടി പുറത്തു വരുമ്പോഴാണ്. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന നഴ്സും ഡോക്ടറും പറഞ്ഞത് നാവിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞല്ലോ എന്നുള്ളത് വളരെ ലാഘവത്തോടു കൂടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ നാവിനല്ല ശസ്ത്രക്രിയ നടത്തേണ്ടത്, കയ്യിനാണ് പ്രശ്നമുള്ളത്, കൈവിരലിനാണ് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോഴാണ് പിന്നെ വീണ്ടും ആ കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ആ ശസ്ത്രക്രിയ നടത്തിയ ശേഷം രണ്ടാമതൊരു ശസ്ത്രക്രിയ കൈവിരലിന് കൂടി നടത്തിയ ശേഷം ആ കുട്ടിയെ പുറത്തേക്ക് ബന്ധുക്കൾക്ക് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് തെറ്റുപറ്റി, ഇക്കാര്യം നേരത്തെ തന്നെ അത് അറിയിക്കേണ്ടതായിരുന്നു. നാവിൻ്റെ വിഷയം പരിഹരിക്കാനാണ് ആദ്യം ശ്രമിച്ചത്, അത് ബന്ധുക്കളെ അറിയിച്ചില്ല, അതിനകത്ത് തനിക്ക് തെറ്റുപറ്റി എന്നാണ് ഡോക്ടർ പറയുന്നത്. ആ ഒരു ഖേദപ്രകടനം കൊണ്ട് മാത്രമായില്ല, വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡോക്ടർ തെറ്റേറ്റു പറഞ്ഞ സാഹചര്യത്തിൽ തുടർ നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നായിരുന്നു കുടുംബം ആദ്യം വിചാരിച്ചത്. പക്ഷേ ആവർത്തിക്കപ്പെടുന്ന തെറ്റുകളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആർക്കും ഉണ്ടാകരുത് എന്നുള്ള ഒരു കർശനമായിട്ടുള്ള അവരുടെ അത്തരം ഒരു കാഴ്ചപ്പാടോടുകൂടെ അവർ ആരോഗ്യവകുപ്പിനും അതുപോലെ തന്നെ പോലീസിനും പരാതി നൽകി.
ഇപ്പോൾ ആരോഗ്യവകുപ്പിന് നൽകിയ ആ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യമന്ത്രി തന്നെ ഇടപെടുന്നു. DMEയോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിലാണ് പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയിൽ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിലെ ആദ്യഘട്ടമായിക്കൊണ്ട് പെൺകുട്ടിയുടെ പിതാവിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയാണ്. ഈ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ പൂർത്തീകരിക്കുന്നതോടുകൂടെ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുക്കും എന്ന കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്, ആവർത്തിക്കപ്പെടുന്ന വീഴ്ച തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ. മുഹമ്മദ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇതാദ്യമായിട്ടല്ല ചികിത്സാ പിഴവിന്റെ വാർത്ത പുറത്തു വരുന്നത്. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ അർച്ചന എന്ന യുവതിയെ നമ്മൾ മറക്കാറായിട്ടില്ല. ഇപ്പോഴും അവർ നീതിക്കും ന്യായത്തിനും വേണ്ടി നാടെങ്ങും ഓടി നടക്കുകയാണ്. ഒരു സർക്കാർ സംവിധാനത്തിനുള്ള മെഡിക്കൽ കോളേജുകളിൽ ഇത്തരം പിഴവുകൾ ആവർത്തിക്കുമ്പോൾ ജനങ്ങൾക്ക് വല്ലാത്ത ആശങ്കയിലാണ്. ആരെ വിശ്വസിച്ച്, അതല്ലെങ്കിൽ എന്ത് വിശ്വസിച്ച് മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ പടി കയറും? കാര്യം നമ്മുടെ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ പലതും കഴുത്തറപ്പൻ മട്ടിൽ മുന്നോട്ട് പായുമ്പോൾ സാധാരണക്കാരൻ്റെ അഭയകേന്ദ്രം സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുമാണ്. എന്നാൽ ഈ മെഡിക്കൽ കോളേജുകൾ ഇത്തരം പിഴവുകൾ വരുത്തിയാൽ പൊതുജനം എങ്ങോട്ട് പോകും? ജനങ്ങൾ പ്രതികരിക്കുന്നു. നിരന്തരമായി മെഡിക്കൽ കോളേജിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നത് കാലിനാണ്, കാലിന് വരുന്നത് കൈക്കാണ്. ഇന്ന് ഏറ്റവും ഗുരുതരമായി കൈക്ക് വിരലിന് ശസ്ത്രക്രിയയുള്ള ഒരു കുട്ടിയെ നാവിന് ശസ്ത്രക്രിയ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ പൊതുജനം മനസ്സിലാക്കേണ്ടത്? ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ടത്ര മരുന്നുകളില്ലാത്ത സംവിധാനം, സർജറി മുടങ്ങിപ്പോകുക, ഓരോ തിയേറ്ററിൽ തന്നെ വലിയ പ്രയാസം അനുഭവിക്കുക, അങ്ങനെ ICUവിൽ പീഡനം സംഭവിക്കുക. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വരരുത് എന്ന് ഉദ്ദേശമുള്ള ഒരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് സമാനമായ രീതിയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഒരു മൃതദേഹവുമായിട്ട് കുടുംബം ഒന്നിച്ച് സമരം ചെയ്യുക, മൃതദേഹവുമായിട്ട്. ഇത് കേരളത്തിലെ ആരോഗ്യ വകുപ്പിൻ്റെ പിടിപ്പുകേടാണ്. ഇത് ആരോഗ്യവകുപ്പ് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഒരു ക്രെഡിബിലിറ്റിയെ തകർക്കാനുള്ള കോഴിക്കോട് നഗരത്തിലുള്ള സ്വകാര്യ ആശുപത്രികൾ ഇതിൽ തീർത്തും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപം അത് ഒരു ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചതുപോലെ ഏതെങ്കിലും ഒരു വിദേശ നാട്ടിലായിരുന്നെങ്കിൽ ഈ ഡോക്ടറെ കുടുംബം കുത്തുവാള എടുത്തു പോകും, അത്ര വലിയ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നേനെ. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരുപാട് വാർത്തകളുടെ പ്രളയം ഉണ്ടാകുന്നതിനിടയിൽ ഈ വാർത്തയും ചവറ്റുകൊട്ടയിൽ വീഴും ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷേ ഈ പിഴവുകൾ അങ്ങനെ അവഗണിച്ചുകൂടാ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.